ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ചിറ്റാറ്റുകര പൂയപ്പള്ളി അടിപ്പാത സമരം ഒടുവിൽ വിജയത്തിൽ പരിസമാപിച്ചു. 100 ദിവസത്തോളം നീണ്ടുനിന്ന ശക്തമായ ജനകീയ സമരത്തിനൊടുവിലാണ് അടിപ്പാത നിർമ്മിക്കാമെന്ന ഉറപ്പ് അധികൃതരിൽ നിന്ന് സമരസമിതി നേടിയെടുത്തത്. സമരവിജയത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച വിജയസംഗമം സമരസമിതി ചെയർമാൻ NM പിയേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. 100 ദിവസക്കാലം സമരം നടത്തി വിജയിച്ച ചിറ്റാറ്റുകര പൂയപ്പള്ളി അടിപ്പാത സമരത്തിന്റെ വിജയസംഗമം സമരസമിതി ചെയർമാൻ NM പിയേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. 5000-ലധികം ജനങ്ങൾ താമസിക്കുന്ന 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് പൂയപ്പള്ളി ഗ്രാമം. ദേശീയപാത 66ന്റെ നിർമ്മാണം വരുന്നതോടെ തങ്ങളുടെ ഏക യാത്രാമാർഗം അടഞ്ഞു പോകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ അടിപ്പാതയ്ക്കായി സമരം തുടങ്ങിയത്. ഇതോടൊപ്പം ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടിപ്പാത അനുവദിക്കാൻ പ്രോജക്ട് ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ച ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. വിജയസംഗമ ചടങ്ങിൽ PM സുദർശൻ അധ്യക്ഷത വഹിച്ചു. 100 ദിവസവും സമരത്തിൽ സജീവമായി പങ്കെടുത്ത AR തിലകനെയും ഫോട്ടോഗ്രാഫർ AK ജോഷിയെയും ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NK സാബു, PS ഷാൽ, മിനി രാജേഷ്, PD മുരുകേശൻ, AD അനിൽകുമാർ, KR ഗോപാലൻ, KS സജീവ് കുമാർ, KE സഹീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണവും നടത്തി. സാങ്കേതികമായി തകരാറില്ല എങ്കിൽ അടിപ്പാത നമുക്ക് അനുവദിച്ചു നൽകാൻ ആവശ്യപ്പെട്ടുള്ള നിർദ്ദേശം നാഷണൽ അതോറിറ്റിക്ക് കൈമാറുന്ന രേഖയാണ് നമുക്ക് ആദ്യം ലഭിക്കുന്നത്. ആ രേഖയാണ് യഥാർത്ഥത്തിൽ സമരത്തിന്റെ വിജയത്തിന്റെ അടിത്തറ. എന്നുവെച്ചാൽ കേരള സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ രേഖയ്ക്ക് വലിയ ഗുണമുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സമരം നമ്മൾ ഇവിടെ ഇരുന്ന് നടത്തും. ഇതിനിടയ്ക്ക് ഒരു ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് വന്ന ഇതായിരുന്നു, കസേരയിൽ നിന്ന് സമരം ചെയ്തിട്ട് എന്താ കാര്യം. ന്യൂസ് ബ്യൂറോ, പറവൂർ. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ 100 രൂപ മുതൽ ഷർട്ടുകൾ, ജീൻസുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ 60 രൂപ, ഷിഫോൺ സാരികൾ 90 രൂപ, പട്യാലകൾ 2 എണ്ണം 100 രൂപ, ഷാളുകൾ 60 രൂപ.